നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളും ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിൽക്കും എന്നുള്ളൊരു ആകാംക്ഷ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർക്കുണ്ട്. ഒപ്പം തന്നെ ഓരോ നേതൃത്വവും എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും ഓരോ മണ്ഡലത്തിലും എടുക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു കാത്തിരിപ്പാണ്. ഇനി വളരെ വേഗത്തിൽ തന്നെ ഓരോ മുന്നണിയും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന വേളയിലേക്ക് കടക്കും. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃശൂർ നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്ന സൂചനകളും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഉറപ്പിച്ചു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരികയാണ്. തൃശൂരിൽ മത്സരിക്കാൻ പത്മജയോട് BJP ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. പാർട്ടിയിൽ നിന്ന് അങ്ങനെയൊരു നിർദ്ദേശം വന്നിട്ടില്ലെന്നും പാർട്ടി ആവശ്യപ്പെട്ടാൽ അവിടെ മത്സരിക്കുമെന്നും പത്മജ വേണുഗോപാൽ പ്രതികരിച്ചിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ പത്മജയെ മത്സരിപ്പിക്കുമെന്ന് സൂചന ലഭിച്ചിരുന്നു. ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി K മുരളീധരനും രംഗത്തെത്തുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. ഇനി മറ്റൊരു പേര് നമ്മൾ കേട്ടത് ശോഭാ സുരേന്ദ്രൻ്റെതാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുമെന്നുള്ള ആകാംക്ഷയായിരുന്നു. പാലക്കാടാണ് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുക എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. പാലക്കാട് BJPക്ക് വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ നിലവിൽ കോൺഗ്രസിന്റെ MLA എന്ന് പറയാൻ കഴിയില്ല. കോൺഗ്രസ്സുകാരനായി മത്സരിച്ചു ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലവിൽ ലൈംഗിക ആരോപണത്തിൽപ്പെട്ട് കിടക്കുകയാണ്. പകരം കോൺഗ്രസ് അവിടെ ആരെ നിർത്തുമെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ ശോഭ അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കളത്തിന് അവിടെ ആവേശം കൂടുകയാണ്. BJP ക്യാമ്പ് ഒന്നും കൂടി ഉണരും. ശോഭാ സുരേന്ദ്രൻ എത്തിയാൽ വലിയൊരു ആവേശം തന്നെയായിരിക്കും പാലക്കാട്ടെ BJP ക്യാമ്പിൽ ഉണ്ടാവുക. തൊട്ടു മുമ്പ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ശോഭ എത്തിയേക്കുമെന്നുള്ള അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ തീരുമാനം മാറ്റുകയാണ് BJP ചെയ്തത്. പാലക്കാട് BJPക്ക് ശക്തമായ സ്വാധീനമുണ്ട്, പ്രത്യേകിച്ച് നഗരമേഖലയിൽ. നഗരസഭാ ഭരണം 3 തവണയായി BJP ആണ് അവിടെ കൈയാളുന്നത്. മാത്രമല്ല BJPയുടെ ഒരു സ്വാധീന മേഖലയിൽ നിന്ന് ഒരൊറ്റ വോട്ട് പോലും ചോരാതെ നിലനിർത്താൻ കഴിയുന്നത് എന്നതും BJPയെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. വോട്ട് ചോരാതെയും ഉള്ള വോട്ട് നില അത് ഉയർത്താനുമാണ് BJP അവിടെ അത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തുന്നത്. കഴിഞ്ഞ 2-3 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണ് 2ാം സ്ഥാനത്ത് എത്തുന്നത്. 2016-ലും പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തിയിരുന്നു. അവർ 2ാം സ്ഥാനത്ത് എത്തുക മാത്രമല്ല ചെയ്തത്, BJPയുടെ വോട്ട് വലിയ തരത്തിൽ കൂട്ടാനെന്ന ശോഭയുടെ സാന്നിധ്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഏകദേശം 40,000-ത്തിലധികം വോട്ട് കിട്ടി. അത്ര തന്നെ ശതമാനം വോട്ട് വിഹിതം ഉയർത്താനും ശോഭാ സുരേന്ദ്രനെ കൊണ്ട് സാധിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശോഭ മത്സരിക്കാൻ എത്തിയിരുന്നു. അന്നും സമാനമായ രീതിയിൽ ഒരു വോട്ട് വിഹിതം കൂട്ടാൻ സാധിച്ചു. ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വലിയൊരു ആവേശം ഉണ്ടാക്കാൻ സാധിക്കും, വോട്ട് നില ഉയർത്താൻ സാധിക്കും. അതിപ്പോൾ കേരളത്തിൽ ഏത് മണ്ഡലത്തിലാണ് ഒരു ശോഭാ മാജിക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അവിടെയുള്ള സ്ത്രീകളെയും അതുപോലെ തന്നെ അമ്മമാരെയും കുട്ടികളെയൊക്കെ തന്നെ കയ്യിലെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രനെ കൊണ്ട് വളരെ വേഗത്തിൽ സാധിക്കുമെന്നുള്ളതാണ്. നേരത്തെ ശോഭ പാലക്കാട്ടേക്കില്ലെന്നൊക്കെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. കാരണം വിഭാഗീയത കൊടികൊണ്ട് നിലനിൽക്കുന്ന പ്രദേശമാണ് പാലക്കാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താൻ എത്തിയാൽ മറുവിഭാഗം തനിക്കെതിരെ പണി തരുമോ എന്ന് ശോഭ വളരെ അടുത്ത നേതാക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ പങ്കുവച്ചിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു ആശങ്ക വേണ്ട എന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. പലപ്പോഴും കൃഷ്ണകുമാർ വിഭാഗവും പ്രധാനമായും ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരികയും അത് ചെറുതും വലുതുമായിട്ടുള്ള പൊട്ടിത്തെറികൾക്ക് ഒരു ഇടവെച്ചിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ BJP ഒറ്റക്കെട്ടായി തന്നെ നിന്ന് മത്സരിക്കും. ഇനി മറ്റു മുന്നണികളിൽ നിന്ന് ആരൊക്കെ എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. ശോഭ എത്തുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നിലനിൽക്കുന്ന സ്ഥാനാർത്ഥികളെയായിരിക്കും മറ്റുള്ള മുന്നണികളും അവിടെ നിർത്താനായിട്ട് സാധിക്കുക. LDFന് അത്ര കണ്ട് സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് പാലക്കാട്. എന്നാൽ കോൺഗ്രസിന് അങ്ങനെയല്ല. വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ്. കാരണം കോൺഗ്രസിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വിയർക്കേണ്ടി വരുമെന്നുള്ള കാര്യം അത് യാഥാർത്ഥ്യമാണ്. കാരണം നിലവിൽ MLAക്കെതിരെ ഉയരുന്ന ആരോപണം, അറസ്റ്റ്, ജാമ്യം ഇതൊക്കെ തന്നെ ജനങ്ങളുടെ മുൻപിലുണ്ട്. അപ്പോൾ ഇത്തവണ വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുൻപിൽ എത്തുമ്പോൾ അതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം പറയേണ്ടി വരും. രാഹുലിനെ പിന്തുണയ്ക്കുന്ന പാലക്കാട്ടെ സ്ത്രീകൾക്കും അമ്മമാർക്കും മുന്നിലേക്ക് ശോഭ എത്തുമ്പോൾ ശോഭയിലൂടെ ആ വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കാൻ അനായാസം സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം. അതുകൊണ്ട് തന്നെ ശോഭ എത്തുവാണെങ്കിൽ ഇത്തവണ
പാലക്കാട് മണ്ഡലത്തിൽ തീപാറിയ പോരാട്ടം തന്നെയായിരിക്കും നടത്തുക. മാത്രമല്ല ശോഭയുടെ ഈ ഒരു വോട്ട് നില ഉയർത്താൻ സാധിക്കുന്ന ഈ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഈ ഒരു തുടർച്ച അത് മാത്രമല്ല പാലക്കാട് ശോഭാ സുരേന്ദ്രനെ നിലനിർത്തുന്നത്. കാരണം ഇത്തവണ അവിടുത്തെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളിൽ പെട്ടുകിടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു വനിതാ നേതാവ് വരികയാണെങ്കിൽ ഈ വിഷയം അടക്കം കൃത്യമായിട്ട് ഒരു ആയുധമാക്കാൻ സാധിക്കും. മാത്രമല്ല പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ്റെയൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നീക്കം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളെക്കുറിച്ചും കൃത്യമായിട്ട് ആത്മവിശ്വാസത്തോടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജനങ്ങളിലേക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് എത്തിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഇത്രയേറെ പ്രവർത്തന മികവുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിലും 100% ആത്മവിശ്വാസത്തിലാണ് BJP. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ഇത്തവണ BJPക്കും ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ BJPക്ക് ഏറെ ആത്മവിശ്വാസമുള്ള ഒരു മണ്ഡലമാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു സ്ഥാനാർത്ഥി ഇറക്കുകയാണെങ്കിൽ അത് വളരെ കരുത്തുറ്റൊരു സ്ഥാനാർത്ഥിയാകും. ഏതെല്ലാം ഇതൊക്കെ അഭ്യൂഹങ്ങളാണ്. കാരണം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ആരൊക്കെ എത്തും എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനി അവിടെയൊക്കെ തന്നെ ആരൊക്കെ വരും എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ മുന്നണികൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കും. അതിനി അധികം ദിവസങ്ങളില്ല. കാരണം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. പലയിടത്തും തെരഞ്ഞെടുപ്പ് പരിപാടികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലാണ് PR ടീമുകളടക്കം. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ സസ്പെൻസ് ഉടൻ തന്നെ പൊളിയും. ശോഭ തന്നെയായിരിക്കുമോ പാലക്കാട് എത്തുക എന്നുള്ളത് ഉടൻ തന്നെ അറിയാൻ സാധിക്കും.